എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തെ മാർക്കറ്റിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് ആദ്യം തുടരുക. എന്നത്തെയും പോലെ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പിന് ശേഷം നേരെ താഴേക്ക്. ഇന്നും ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ റെഡ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. പക്ഷെ വീണ്ടും ഡൗണിലേക്കാണോ മുകളിലേക്കാണോ എന്നുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും അല്പം താഴത്തേക്ക് വരുന്നതിൻ്റെ സൂചനകൾ നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഇനി വരും ദിവസങ്ങളിൽ നിഫ്റ്റിയും അതോടൊപ്പം തന്നെ മറ്റ് ഇൻഡെക്സുകളുമൊക്കെ അല്പാൽപമായിട്ട് മുകളിലേക്ക് പോയ രൂപത്തിൽ താഴേക്കും വരാം എന്നാണ് നമ്മുടെ കണക്കൂട്ടലുകൾ. ഏതായിരുന്നാലും നമുക്ക് അത് നോക്കി കാണാവുന്നതാണ്. വൺ ഡേ ടൈം ഫ്രെയിമിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ 3 ദിവസം റെഡ് ക്യാൻഡിലാണ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. പക്ഷേ ഇന്നലത്തെ ആൾ ടൈം ഹൈ 25,333 താഴെ ഇന്ന് 25,321 വരെയാണ് പോയിട്ടുള്ളൂ. അതേസമയം ബാങ്ക് നിഫ്റ്റിയിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇന്ന് സത്യത്തിൽ ഉച്ചവരെ എന്നല്ല, നിഫ്റ്റി രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഒരു സൈഡ് വേ തന്നെയായിരുന്നു. നമുക്കത് 1 അവറിലും 15 മിനിറ്റ്സ് ക്യാൻഡിലൊക്കെ ഇട്ടാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നോക്കൂ, നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വല്ലാത്ത ഇന്ന് മാത്രമല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു സൈഡ് വേ മോഡൽ തന്നെയാണ്. ഇനി ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നിഫ്റ്റി ഇനി വരും ദിവസങ്ങളിൽ, അതായത് നാളെയൊക്കെ താഴേക്ക് തന്നെ വരാനുള്ള സാധ്യതകളാണ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ 15 മിനിറ്റ് ക്യാൻഡിൽ നമുക്ക് നോക്കുമ്പോൾ, ഇത് ഡിലീറ്റ് ചെയ്യട്ടെ, 15 മിനിറ്റ്സ് ക്യാൻഡിലിൽ നമുക്ക് ഇങ്ങനെയൊരു ഡബ്ല്യു പാറ്റേൺ രൂപത്തിൽ ഈ പലതവണ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ രൂപത്തിൽ ഈ ഒരു റെസിസ്റ്റൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4, 5. ഒരുപക്ഷെ നാളെ ഇതൊരു 15 മിനിറ്റ് ക്യാൻഡിലാണ്. ചെറിയ ഒരു അപ്പ് മൂവ്മെൻറ്റിനുള്ള സാധ്യതയാണ് ഇതിൽ നിന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയുള്ളൂ. കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. നാളെ ഈ ഒരു ലൈനിന് ശേഷം മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 10-30 പോയിൻറ്റോളം മുകളിലേക്ക് പോകാം നിഫ്റ്റി. ഓക്കെ, ഇത് 15 മിനിറ്റ് ക്യാൻഡിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും 1 അവർ ക്യാൻഡിലേക്കാണ് നോക്കാറുള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 1 അവർ ക്യാൻഡിൽ നാളെ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം. അതിനു മുമ്പ് ഇന്നലെ നമ്മൾ പറഞ്ഞ ലൈന് എന്തെങ്കിലും നിഫ്റ്റിയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും നടന്നിരിക്കാൻ സാധ്യതയില്ല. കാരണം നിഫ്റ്റി വലിയ ഒരു സൈഡ് വേ തന്നെയാണ് ഇന്നും കാഴ്ചവെച്ചത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,334 മുകളിലാണ് നമ്മൾ ഇന്നലെ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെന്തായാലും നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. അതേപോലെ തന്നെ താഴേക്ക് വരികയാണെങ്കിൽ 25,235 താഴെയും. ഏതായിരുന്നാലും നമുക്ക് ആ 2 ഭാഗത്തേക്കും എൻട്രി ലഭിച്ചിട്ടില്ല. ഓക്കെ, നാളെ നമുക്ക് ഈ ലൈന് തന്നെ നാളേക്ക് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, നോക്കൂ, ഇതിന് മുകളിൽ പോവുകയാണെങ്കിൽ നാളെ 25,334 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡ് എടുത്ത് പോകാം. അതേപോലെ തന്നെ 25,230 താഴെ നമുക്ക് ഡൗൺ സൈഡിലേക്കും എടുത്തു വരാം. മുകളിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് 25,420 വരെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ ഡൗൺ സൈഡിലേക്കാകുമ്പോൾ നമുക്ക് ഏകദേശം ഇതാണ് ഫസ്റ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് 25,200 ഫസ്റ്റ് സപ്പോർട്ട്. ഒരു ചെറിയ സപ്പോർട്ടാണ്. അതിനും താഴെ നമുക്ക് വരികയാണെങ്കിൽ, അതായത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ നമുക്ക് താഴെ ഇതുവരെ വാച്ച് ചെയ്യാവുന്നതാണ്, 25,120 വരെ. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഈ ഒരു സെറ്റപ്പ് നടത്താം. അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ലൊരു സ്പൈക്ക് സംഭവിച്ചിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലും ഒരു സ്പൈക്ക് ഉച്ചയ്ക്ക് ശേഷം സംഭവിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഇത് 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കൂ, ഏകദേശം 2.25 മണിക്ക് 400 പോയിൻ്റാണ് ഈ ഒരൊറ്റ മണിക്കൂറിൽ ബാങ്ക് നിഫ്റ്റി അപ്സൈഡിലേക്ക് പോയത്. ഓക്കെ, നമുക്ക് ഇന്നലെ പറഞ്ഞ എൻട്രി 51,580 മുകളിലാണ്. പക്ഷേ ഇതിങ്ങനെ റോക്കറ്റ് പോകുന്ന പോലെ ആയതുകൊണ്ട് നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. അതേസമയം താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, നമ്മൾ റീടെസ്റ്റിന് വേണ്ടി കാത്തു നിന്നപ്പോൾ അത് മുകളിലേക്ക് വീണ്ടും പോയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല ഇന്ന്. ഓക്കെ, നമുക്ക് നാളെ ബാങ്ക് നിഫ്റ്റി ഏത് ഭാഗത്തേക്കാണ് കൂടുതൽ ചാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും ഒരു ട്രെൻഡ് ലൈന്
ഈ ഒരു ട്രെൻഡ് ലൈനെ റെസിസ്റ്റൻ്റായി റെസ്പെക്റ്റ് ചെയ്ത് ബാങ്ക് നിഫ്റ്റി ഇന്ന് അവസാനത്തെ ക്യാൻഡിൽ ലേശം താഴെ വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ ഒരു ഡൗൺ സൈഡിലേക്ക് വരാനുള്ള സാധ്യത ചെറുതായിട്ട് 1 hour ടൈം ഫ്രെയിമിൽ നമുക്കൊരു സൂചന ഒരു സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നാളെ ട്രേഡിംഗ് സെറ്റപ്പ് നടത്താം. ഈ ഒരു ലോ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഞാൻ ഇന്നലെ വരച്ച തന്നെയാണ് 51,300 താഴെ എന്നുള്ളത് 51,250 താഴെ എന്നാക്കാം. 51,250 താഴെ ഡൗൺ സൈഡിലേക്ക് എൻട്രി ലഭിച്ചാൽ നമുക്ക് 51,060 വരെ വാച്ച് ചെയ്യാവുന്നതാണ്. 51,060 വരെ വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി അപ്പ് സൈഡിലേക്കാണെങ്കിൽ 51,750 മുകളിൽ 51,750 മുകളിൽ എൻട്രി ലഭിച്ചാൽ നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട് 51,880. അത് ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഒരു മുകളിലേക്ക് 51,940 വരെ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യുക. 51,750 മുകളിൽ അപ്പ് സൈഡ്, ഡൗൺ സൈഡ് 51,250 താഴെ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ ഇന്നലെ 13,000, ഇത് മിഡ് ക്യാപ് നിഫ്റ്റിയാണ്. മിഡ് ക്യാപ് നിഫ്റ്റിയിൽ 13,230 മുകളിലാണ് ഒരു എൻട്രി പറഞ്ഞത്. ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്തു, പക്ഷെ നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. ഇവിടെ താഴെ നേരെ തിരിച്ച് താഴേക്ക് വരികയാണ് ചെയ്തത്. അതേസമയം ഡൗൺ സൈഡ് നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. ഡൗൺ സൈഡിലേക്ക് നമുക്ക് നാളെ ഇത് തന്നെ വാച്ച് ചെയ്യുക. 13,140 താഴെ 13,070 വരെ, അതിനും താഴെ വരികയാണെങ്കിൽ 13,010 വരെ. അപ്പ് സൈഡ് പോവുകയാണെങ്കിൽ ചെറിയൊരു മാറ്റം വരുത്തണം 13,242 മുകളിൽ. 13,281 ഫസ്റ്റ് റെസിസ്റ്റൻസ് ആവും, സെക്കൻഡ് 13,300. അപ്പോൾ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ഇനി നമുക്ക് ഫിൻ നിഫ്റ്റിയിൽ ഇന്നലെ 23,770 മുകളിലാണ് എൻട്രി പറഞ്ഞത്. നോക്കൂ, റോക്കറ്റ് പോലെ പോയതുകൊണ്ട് ഇത് എങ്ങനെയാണ് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുക? അതേസമയം 15 മിനിറ്റ് ക്യാൻഡിലാണെങ്കിൽ നമുക്ക് എൻട്രി ലഭിച്ചിട്ടുണ്ടാവും. ഇവിടെ നോക്കൂ, 15 മിനിറ്റ് ക്യാൻഡിൽ ചില ദിവസങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാം, പക്ഷേ അത് നമുക്ക് പ്രോപ്പറായിട്ടൊരു എൻട്രി ആക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 1 hour ടൈം ഫ്രെയിം എപ്പോഴും പറയുന്നത്. ഇവിടെ 15 മിനിറ്റിൽ ഇവിടെ ബ്രേക്കൗട്ട് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് എൻട്രി ലഭിച്ചാൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവും. നോക്കൂ, 175 പോയിൻറ്റിൻ്റെ സ്പെയ്ക്കാണ് ഉണ്ടായത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നാളെ ഇനി ഇതിന് മുകളിലാണ് നമുക്കൊരു എൻട്രി ഉള്ളൂ. അപ്പ് സൈഡ് പോവുകയാണെങ്കിൽ 23,950 മുകളിൽ, 23,950 മുകളിൽ നമുക്ക് ഏതുവരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23,891, 23,939, 50, 23,950, 24,015 വരെ വാച്ച് ചെയ്യാം. 24,015 വരെ കേട്ടോ. ഫിൻ നിഫ്റ്റിയിൽ ഇങ്ങനെ ഡൗൺ സൈഡിലേക്ക് നമുക്ക് 23,660 താഴെ എന്നുള്ളത് ഇവിടെ നിന്നെടുത്താൽ മതി. 23,610 താഴെ പോട്ടെ, 23,600 താഴെ എടുത്താൽ മതി എൻട്രി. 23,600 താഴെ വരികയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് നമുക്ക് എടുക്കാം. സപ്പോർട്ട്, ഫസ്റ്റ് സപ്പോർട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് ആക്ട് ചെയ്യും 23,550. അവിടെ നിന്ന് ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ വെയിറ്റ് ചെയ്യാം 23,500 വരെ. അപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ഈ 4 ഇൻഡെക്സുകൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കറക്റ്റായി ചാർട്ടിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് നിങ്ങൾക്ക് പ്രോപ്പറായ ഒരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായി സ്വയം ബോധ്യത്തോടു കൂടി എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.